അങ്ങനെയൊക്കെ തിരിച്ചു പോയിരുന്ന വളരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിരുന്നത്. അത് ഒരു ടീച്ചറെ നൈറ്റി ലെക്ചർ എന്നുള്ളൊരു റെഫറൻസ് എല്ലായിടത്തും കിട്ടിയിരുന്നു. അത്രയും പുരുഷീകരിക്കുന്ന ഒരാളൊരു ടീച്ചർ എന്നുള്ള ഒരു പുരുഷീകരിക്കുന്ന ആളെ ഞങ്ങളുടെ അടുത്ത് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് വളരെ ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നു. അധ്യാപികയാണ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ജോലി ഷർട്ടെല്ലാം എടുത്ത് ആ ഒരു ചെയറിന്റെ കൊത്തുകാരാണ് അയൻകൊക്കെ കിടക്കുന്നത്. എല്ലാവർക്കും കാണും ജോലി അയൻ ചെയ്ത് കഴിക്കും. 2005 എന്റെ കല്യാണം. ഞാൻ പിന്നെ കൊളംബോയിലേക്ക് I don't like to even into twice and I don't like whatever it is. You proper language. പഴയൊരങ്ങനെയല്ല. മെന്റലി അത് ഭയങ്കര ഡൗൺ ആണോ എനിക്ക് സംശയം. ഈ പറഞ്ഞ ജോലി ജോസഫ് ചെറിയൊരു MS മാത്യു അന്നമ്മയുടെ മൂത്ത സഹോദരൻ മാത്യു അവിടെ ഒരു സ്വർണ്ണക്കടയിൽ സെയിൽസ് മാനേജർ ചെയ്തു. മാത്യു ഒരു ഉണ്ടായി. ഈ മാത്യു വരുന്ന ഈ കാര്യം ടൗൺ ഹൗസ് നമ്മളറിയാം. ടൗൺ ഹൗസ് ആ കാര്യം ചോദിച്ചു, എന്തുകൊണ്ടെങ്കിലും വരുന്നപ്പോൾ വരുന്നതാണ് ഗുണപരമായിട്ട് കാര്യം എന്താണ് എനിക്ക് ചോദിച്ചപ്പോൾ ദിവസം പറയാൻ അറിയുന്നത് എന്തെങ്കിലും പറഞ്ഞു പോവുകയും ചെയ്യും. ആ സമയം ചിലവർ സംസാരിക്കാൻ പറയും. ജോലി പറഞ്ഞ പോലെ എക്സോട്ടിന് പറഞ്ഞ് ഇറങ്ങുന്നു. പക്ഷേ മണപ്പുറത്ത് കാണുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇല്ലാന്നതിൻ്റെ കളിയാണ്. പിന്നെന്താണ് ഇപ്പോഴും മാറി വന്ന ഫാമിലിയാണ്. സെന്റ് ജോസിൽ പോയിട്ടുള്ള ഫാമിലിയാണ്. എന്തോ കുറച്ച് മെല്ലെ അപ്സെറ്റ് ആവുന്നുണ്ടാവും മനസ്സിലാവുന്നില്ല. അന്ന് വൈകിട്ട് കാപ്പുചേനത്തിന് അദ്ദേഹത്തിന് ക്യാസ് കഴിക്കുന്നു. ക്യാസ് എന്ന് പറഞ്ഞാൽ മഷ് ക്യാസ്. ഇവിടെ ഈ ടാബ്ലറ്റ് എടുത്തിട്ട് തോമസ് അത് കഴിച്ചു. കഴിച്ച് തന്നെ അവിടെ ചെറിയ പ്രവേശം പെട്ടെന്ന് ഗവൺമെന്റ് അടുത്ത് വീഴുകയും വാട്ടർ ഡിസ്റ്റൻസ് അന്നേരത്തെ ഇമ്മീഡിയറ്റ് എടുത്തു കൊണ്ടുപോകാനോ ഒന്നും തന്നെ ഒരു ഭാഗം ശ്രമിക്കുന്നില്ല. അടുത്തൊക്കെ വിളിച്ച് ഓട്ടോറിക്ഷ കയറ്റി അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഈ പോകുന്ന വഴിക്ക് എന്റെ ടൗൺ ഹൗസ് മരിച്ചുകൊണ്ടാണ്. ഫാദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി സമയമെടുക്കുന്നത് ഞാൻ ചോദിച്ചു, എന്തിനാ സമയമെടുത്ത്? അതെനിക്ക് കാറിന്റെ കീ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമയമെടുത്തുള്ളൂ. അവരുടെ പിതാവ് മരിക്കുന്നത് അറ്റാക്ക് ആയിരുന്നില്ല. ഒരു വിശ്വാസമാണ് എല്ലാവർക്കും. പോയി പറഞ്ഞു, ജോലി പറഞ്ഞു, എന്താ പറഞ്ഞൊക്കെ തിരിച്ചു വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും. അറ്റാക്ക് ആയിരുന്നു പറഞ്ഞിട്ട് തന്നെ അപ്പത്തെ മരിച്ചു കിടക്കുമ്പോ ഈ ജോലിയും MS മാത്യു ഇങ്ങനെ സംസാരിക്കാം. ഞാനപ്പോ ചേട്ടനോട് ചോദിച്ചു, ഇത് തമ്മിൽ എന്താ ഇടപാട്? ഈ മാറി ഇങ്ങനെ അതിന്റെ ചേട്ടൻ ജോലി പറഞ്ഞു അവർ തന്നെ ക്യാഷ് ലോണിങ് ഉണ്ട്, അതായിരിക്കും.
രണ്ടാമത്തെ കേസിനെ വിശദമായി പരിശോധിക്കുമ്പോൾ ഈ കേസിലുള്ള തെളിവുകൾ വളരെ വീക്കാണ്. ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ആണ് സംഭവിച്ചത് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവരത് വിശ്വസിച്ചു. ഒരു പക്ഷേ അത് സത്യവുമായിരിക്കാം. പക്ഷെ ഡോക്ടർ എന്തുകൊണ്ട് വിശ്വസിക്കണം? അപ്പോൾ ഡോക്ടർ അവിടെ ചെന്നതിന് ശേഷം ഇത് യാതൊരു തരത്തിലും ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് കണ്ടെത്താനായ ഡോക്ടർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഏതെങ്കിലും ഒരു സാധ്യത പറയുന്നത് വിശ്വസിക്കാനാണോ ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ സയൻസ് നിൽക്കുന്നത്? The next victim in the case was Tom Thomas, who died in 2008. There was a difference of 6 years between the first two deaths in this case. But because there was a huge gap between the first and second death or murder in this case, it was very difficult for the family members to assume something suspicious in this, because there was nothing unusual about it, because of the way this poison was used. There wasn't any visible injury or anything that suggests that it was a murder. അവർ അടക്കത്തിന്റെ സമയത്ത് ആലോചിച്ച് അവസാനം ഭയങ്കര കരച്ചിലായിരുന്നു. ബ്രേക്ക് അവസാനം ഇറക്കി വയ്ക്കുന്നവരെ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ സെയിം വീണ്ടും കാണുകയാണ്. അതായത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തു പോകും. നമ്മൾ പോയി കഴിയുമ്പോഴേ നമ്മൾ ഓൾറെഡി നമുക്കൊരു സ്പേസ് ഇല്ലാതെയായി മാറും. അവരും കൂടെ പോയി കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ചെയ്യണം. മരണങ്ങളെ സംബന്ധിച്ച് നമ്മളേക്ക് അതിൻ്റെ അകത്തൊക്കെ വിളിച്ചത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ വിളിക്കുന്നത്? ഇവിടെ 3 മരണം നടത്തുന്നുണ്ട്. അപ്പൊ ഇത്താതെ അറിയാവുന്ന ഇവിടെ വീട് സ്ഥലം സ്ഥാനത്തല്ല, കിണറ സ്ഥാനത്തല്ല, ഈ കിണറിന്റെ ചുറ്റുപാട് കെട്ടണം, പിന്നെ മുമ്പിൽ മരം വെക്കണം. ഇത് നേരാക്കിയാൽ മരണമൊക്കെ ചെയ്യാൻ അവസാനിക്കും. അതിന്റെ കാലാ പോയി പറഞ്ഞെടുക്കും. അത് ഞങ്ങളുടെ തങ്ങന്മാരും നിങ്ങളുടെ അത്രമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയില്ല. പിന്നെ അങ്ങോട്ടല്ല, പൊന്നാമറ്റത്തൊക്കെയുള്ള ബന്ധം തന്നെ പിന്നെ തെറ്റാതില്ല. അത് ഇതാണ് ഇത്രയും ബന്ധമല്ല കൊണ്ടു, അത്രയും ബന്ധമല്ല ആക്കുന്നു. പിന്നെ പച്ച After Thomas and Irma, the next death in the Ponnamatham family wouldn't occur for another 2 years, which allowed Jolie the opportunity to quell any suspicions about the death and rebuild trust with her neighbors and people in the town. പിന്നെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കൂടി ചെലവായി 4-5 വയസ്സുള്ളപ്പോഴാണ് KG കൊണ്ട് പഠിക്കുമ്പോഴാണ് ബ്രദർ ഉണ്ടാകുന്നത്. ബ്രദർ അന്ന് പ്രഗ്നന്റ് ഉണ്ടാകുന്നത്. അങ്ങനെ അനിയൻ വന്ന് വെച്ച് വന്നു. അപ്പോഴാണെങ്കിലും നമ്മുടെ എക്സൈറ്റാണ് ഒരു ബ്രദർ വന്നു. അപ്പൊ അതിന്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വളരെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഒന്നിച്ച് കുറെ കാലമൊക്കെ നമ്മൾ നന്നായിട്ട് പോയിരുന്നു. പക്ഷെ ഗ്രാജുവലി ഞാനും വളർന്നു വരികയാണ്. കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവാനായിട്ടുള്ള ഒരു പ്രായം, ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇഷ്യൂസിനെയൊക്കെ നമ്മൾ കാണാനുള്ളത്. അതുവരെയുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ അമ്മയായിട്ടുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ഗ്യാപ്പ് അവിടെ വരികയാണ്. അമ്മയും മുപ്പാറ്റിനുള്ള കണക്ഷൻ ഒരു ഗ്യാപ്പ് വരുന്നു. എല്ലാവരും എന്തൊക്കെയോ തെറ്റായി, എല്ലാവരും 4 കോർണറിലായ പോകുന്ന ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്തെങ്കിലും കോളേജിലെ കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, പേപ്പർ റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ നിന്നു. അതായത് നമുക്കൊരു പ്രിഫറൻസ് തരാത്ത രീതിയിൽ നമുക്ക് പലപ്പോഴും ഫേസ് ചെയ്യും. പിന്നീട് അവർ ഉദ്ദേശിച്ചവർ അവരെ കാര്യങ്ങളുടെ രൂപയുടെ ബിസിനസ് മറ്റിലങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇവര് പൈസ അധികം ഇല്ലാവുന്നു. ജോലിക്ക് മറ്റു ജോലികളൊന്നുമില്ല. അവസാനം കഴിഞ്ഞ വലിയ പ്രശ്നമായി. മൂന്നാമത്തെ റോജനോട് വിളിച്ച് പറയുന്നത് ജോലി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണ്, കാര്യങ്ങൾ നോക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് വൈകിട്ടാണ് ഞാനും റോജയും അപ്പച്ചന്റെ മുറിയിൽ തന്നെ ഇരിക്കുന്നു. റോജൻ കയറിയോ